പെണ്ണുങ്ങളുണ്ടെന്ന് ചോദിച്ചു വരുന്ന പോലീസുകാരുണ്ട്. ട്രാൻസ് നടന്നു പോകുമ്പോൾ ചോദിക്കുക എന്താ എവിടെ പോവാ, അല്ലെങ്കിൽ ബലാത്കാരത്തിനൊക്കെ വിധേയമാകുമല്ലോ. എനിക്കങ്ങനെ പോലീസിനെ ഭയമൊന്നുമില്ല. കാരണം എനിക്ക് അവർ കാണിക്കുന്ന കളറൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതേ പോലീസുകാർ ഇവരോട് സെക്ഷലി ചെയ്യാറുണ്ട്. പോലീസ് ക്വാർട്ടേഴ്സിൽ പോയി ഇതിന് വർക്കിന് പോകുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. ഒരു മറയിലൂടെ ട്രാൻസിന് എല്ലാവർക്കും ആവശ്യമാണ്. എനിക്ക് കംഫർട്ടബിൾ സോണായിട്ടുള്ള ഒരാളുമായിട്ട് ഞാൻ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടും. എനിക്ക് അതിനകത്തൊന്നും വലിയ പ്രശ്നം തോന്നുന്നില്ല. ഇതൊക്കെ മനുഷ്യൻ്റെ ഫിസിക്കൽ നീഡിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനൊക്കെ കാണുന്നു. ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ലൈഫ്, അത്രേ ഉള്ളൂ. ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, ഞാൻ ഒന്നിച്ചൊരു കുറേ വർഷം താമസിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു അങ്ങനെ ഞാൻ ഐഡൻറ്റിറ്റി, അയാൾ വന്നതിന് ശേഷമൊക്കെ ഐഡൻറ്റിറ്റിയിലേക്ക് വരുന്നത്. രണ്ട് ആണുങ്ങൾ തമ്മിൽ താമസിക്കുമ്പോൾ അതൊരു പ്രശ്നമാകും. അന്തസത്ത ഇല്ല എന്നുള്ളൊരു തോന്നൽ സമൂഹത്തിനുണ്ട്. രണ്ട് പുരുഷന്മാർ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചത് അങ്ങനെയൊന്നും ഇല്ല. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് ആർക്കാലും മടുക്കത്തില്ലേ? എനിക്ക് മടുത്തില്ല, അയാൾക്ക് മടുത്തു. പിന്നെ അയാളൊരു ഹെറ്ററി ആയിട്ടുള്ള ഒരാളാണ്. ആ ബന്ധം അവിടെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. കാരണം മൂന്നാമതൊരാൾ വന്നു. എനിക്കൊരു തേർഡ് പാർട്ടി ആകാനുള്ള താല്പര്യം എനിക്കില്ല ഒരു റിലേഷൻഷിപ്പിലും. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരാളാണ്. മറ്റുള്ളവർക്ക് അത് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് ഞാൻ ഹാപ്പി അഭിനയിക്കാറുമില്ല. കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്തൊക്കെ എന്ന് പറഞ്ഞാലും പണ്ട് ഗുണ്ടകളായിട്ടൊക്കെ നടക്കുമ്പോൾ നമ്മൾ നെഹ്റു തെരേസൊക്കെ ഭയങ്കര പേരായി. ഇടി കട്ടൊക്കെ നിൽക്കുന്നു. ഗുണ്ടകളൊക്കെ നേരിട്ടിട്ടുണ്ടോ? ഇടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ വെട്ടാനൊക്കെ വന്നിട്ടുണ്ട് ഒരു ഗുണ്ട. ദേഷ്യം കയറി ഞാൻ ബസ് കീറുക, ആ ടൈപ്പാ. നല്ല ധൈര്യം ഉണ്ടല്ലേ? എനിക്ക് യൂണിഫോമിനൊന്നും പേടിയില്ല എന്നല്ല, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ യൂണിഫോമിനൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റെസ്പെക്ട് ഞാൻ അയാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ ഒരു സെക്സ് വർക്കിന് വേണ്ടിയിട്ട് പോകുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ പലപ്പോഴും ഈ റേപ്പിനും അല്ലെങ്കിൽ ബലാത്കാരത്തിനും ഒക്കെ വിധേയമാകുമല്ലോ. അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള റിസ്ക് ഇൻവോൾവ്ഡ് അല്ലേ? ഞാൻ ആ ഏരിയ അത് വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് പോലീസിൻ്റെ അടുത്ത് നിന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. പോലീസ് അവിടെ ചെല്ലുമ്പോഴും ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് എന്തായിരിക്കും? ആ ആളെ വിളിച്ചിട്ട് പറയും എമൗണ്ട് തരൂ, ഞാൻ ഈ കേസ് തീർത്ത് തരാം. എന്നിട്ട് ഒരു വിഹിതം ചിലപ്പോൾ ഇവർക്ക് കൊടുക്കുമായിരിക്കും, ബാക്കി അവരെടുക്കും. അവിടെ ഒത്തുതീർപ്പിൽ അത് പോയി. എന്താ ഒരു കേസും കോടതിയിലേക്ക് പോകത്തേ, എല്ലാം പോലീസുകാർ ഒത്തുതീർപ്പാക്കത്തേ ഉള്ളൂ. എനിക്ക് പരാതിയുണ്ട്, കേസിനുമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞാലും പോലീസ് പറയുന്നതാണ് അവരതിനെ കൺവിൻസ് ചെയ്ത് വിടും. അവരുടെ അതിന് എമൗണ്ട് കിട്ടും. മനസ്സിലായോ? അങ്ങനെ നിയമസാധ്യതകൾ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മളെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും പോലീസിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ചിലർ നല്ലതായിരിക്കും, ചിലർ ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് വേണ്ടത് നിങ്ങളോട് എങ്ങനെയാണോ പൈസ കൂട്ടുന്നത് അതേപോലെ നിങ്ങൾക്കൊരു കേസോ പ്രശ്നമോ വരുമ്പോൾ അവരെങ്ങനെയായിരിക്കും അതിനെ സോൾവ് ചെയ്യുന്നത്? ഒത്തുതീർപ്പെന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് വാങ്ങിച്ചുള്ള അത് തന്നെ ഇവിടെ നടക്കുന്നത്. ഈ പോലീസിങ് സിസ്റ്റത്തിന് പണ്ട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ട്രാൻസ്ജെൻഡേഴ്സിനെ വലിയ രീതിയിൽ ആക്രമിച്ച ഒരു പോലീസിങ് സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ ഒരു സമയത്ത്. അതിന് മാറ്റമുണ്ടോ? ഇപ്പം മാറ്റമുണ്ട്. എന്താ, അവർക്കെതിരെ നിയമം നമുക്ക് പരാതി കൊടുക്കാം. നിയമം മാറി. പോലീസാന്ന് പറഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് ലീഗലി പോകാമെന്നുള്ളൊരു ഓപ്ഷൻ വന്നതുകൊണ്ട് അവർക്ക് അതിലൊരു ഇതുണ്ട്. നമ്മൾ അവരുടെ അടുത്ത് പോയാൽ ഇവർക്ക് നിയമം അനുശാസിക്കുന്നുണ്ട് ഇവരെ കൂടെ എന്നുള്ള ബോധം പോലീസിനുള്ളത് കൊണ്ട് അവരതിന് തുനിയാറില്ല ഇപ്പം. എന്നാലും ഇടയ്ക്ക് ചെല്ലിയും ഇതൊക്കെ കാണും. ഇപ്പോൾ വഴിയെ പോകുന്നതാണ്. ഇപ്പം 100 പേര് പോയാലും ട്രാൻസ് നടന്നു പോകുമ്പോൾ ചോദിക്കുക എന്താ എവിടെ പോവാ, എന്താ ഇവിടെ, അങ്ങനെ ചോദിക്കും. ഇപ്പം കരുതലല്ല, എന്താ ഇവിടെ, എന്താ കാര്യം, വിട്ടുപോക്കോ, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയും. നമ്മൾ വെറുതെ പോകുന്ന അപ്പം ഞാൻ ആലോചിക്കുക, എന്നോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കാൻ സാർ അവരോട് ചോദിക്കാം, അതെന്നെ ചോദിക്കും സാർ. ഞാനൊക്കെ അതൊക്കെ പറയും. എനിക്കങ്ങനെ പോലീസിനെ ഭയമൊന്നുമില്ല. കാരണം എനിക്ക് അവർ കാണിക്കുന്ന കളറൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതേ പോലീസുകാർ ഇവരോട് സെക്ഷലി ചെയ്യാറുണ്ട്. ഇതേ പോലീസുകാർ പോലീസ് ക്വാർട്ടേഴ്സിൽ പോയി ഇതിന് വർക്കിന് പോകുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. പെണ്ണുങ്ങളുണ്ടെന്ന് ചോദിച്ചു വരുന്ന പോലീസുകാരുണ്ട്. പെണ്ണുങ്ങളെ കിട്ടുമോ, നിങ്ങളുടെ കസ്റ്റഡി പെണ്ണുങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് വേണം. ഒരു സൈഡിൽ കൂടെ ഒരു മറയിലൂടെ ട്രാൻസിന് എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ വിസിബിളായിട്ട് ഒരു കാര്യത്തിനാണ് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇപ്പോഴും ഈ തൊഴിൽ കിട്ടാനോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനോ ഒക്കെ ഒരു ബാക്കിയുള്ള ജെൻഡറിന്റെ അത്ര തന്നെ വിഷമതകളെ ഒരു ട്രാൻസ് നമുക്ക് ഇത്ര പെർസെൻറ്റേജ് അല്ലേ ഉള്ളൂ. ഇപ്പം ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു ഓപ്ഷൻ അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് പേർക്കല്ലേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിൽ എന്തോരം ആൾക്കാരുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പണ്ടത്തെ ഒരു 10-15 പേരല്ല. ഒരു പ്രൈഡ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എന്തോരം ക്യൂർ മനുഷ്യരാണെന്നറിയാവോ. ഇവരെ എല്ലാം ഉൾക്കൊള്ളിക്കാൻ അത് പതിയാവുമായിരിക്കാം. ഇന്നത്തെ ജനറേഷൻ മാറി അടുത്ത ജനറേഷനൊക്കെ വരുമ്പോഴത്തേന് ഇപ്പോൾ കോട്ടയൊക്കെ വരുമായിരിക്കും. ഇപ്പം അതിനുവേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അനീറ പാലക്കാടിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇത് ട്രൈ ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഓരോ ഘട്ടമായിട്ട് നിയമ സാധ്യതകളും ജോലി സാധ്യതകളും ഒക്കെ ഇങ്ങനെ പയ്യെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളുകളിൽ ഇനി വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത്
റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. ഈ മെഹ്റൂന്റെ ഒരു ദിവസം എങ്ങനെയാ തുടങ്ങി അവസാനിക്കുക? ഒരു ദിവസവും ആ ഞാൻ രാവിലെ എഴുന്നേക്കും, ആ അമ്മ പഴഞ്ചോറൊക്കെ അടിക്കും വീട്ടിൽ. എനിക്ക് പഴഞ്ചോറ ഇഷ്ടം. തൈര് കാന്താരിയൊക്കെ ഇട്ട് കഴിക്കും. അമ്മയായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. വെളിയിൽ പോകും. അനുണ്ടെങ്കിൽ ഒരു പണിയില്ലെങ്കിൽ ഞാൻ അനുവിൻ്റെ അടുത്ത് പോകും. അനു MGV യൂണിവേഴ്സിറ്റിയിലുണ്ട്, ഞാൻ അവിടെ ഹോസ്റ്റലിൽ പോകും. അല്ലെങ്കിൽ അനുവായിട്ട് കറങ്ങാൻ പോകും. എനിക്ക് ട്രാൻസ് മാത്രമല്ല, എനിക്ക് കൂടുതലും എനിക്ക് ഹെറ്ററോ ആയിട്ടുള്ള ആണും പെണ്ണുമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ അവരുമായിട്ടൊക്കെ സിനിമയ്ക്ക് പോകും, അവരുമായിട്ട് ബിയർ അടിക്കും. ഒരു പണിയില്ലെങ്കിൽ റൂമിലൊരു ബിയർ അടിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞു ലൈഫാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. വളരെ ചെറുതായിട്ട് കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടവും. അതുകൊണ്ട് ഞാനങ്ങനെ ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കറങ്ങാൻ പോകാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് എണ്ണ വാങ്ങിക്കാൻ പോയാൽ എന്നെ പിടിച്ചുകൊണ്ട് അങ്ങ് പോയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ എണ്ണക്കുപ്പിയായിട്ട് സ്ഥലം കാണാനൊക്കെ വിളിച്ചോണ്ട് പോയ ആൾക്കാർ, അങ്ങനത്തെ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാരെ. നമുക്ക് ഈ ഓടി വന്ന് വിളിച്ച് വാ 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 കയറി കയറുമെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് എൻ്റെ കൂട്ടുകാർ. അതുകൊണ്ട് എനിക്കങ്ങനെ പാതിരാത്രിയാന്ന് പറഞ്ഞാലും ഞങ്ങൾ സംസാരിക്കും. ഇപ്പം അനു എന്നെ വിളിച്ചിട്ട് വെറുതെ ഇരുട്ട് ചോദിക്കും, ഗിരിജയെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. അപ്പം നമുക്ക് കുറേ ഗിരിജന്മാർ വരും. ചുരുണ്ട മുടിയുള്ള ഗിരിജേച്ചി വരും, അതുപോലെ കുടുംബശ്രീ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഗിരിജേച്ചി വരും, വണ്ണമുള്ളൊരു ഗിരിജേച്ചി വരും. അപ്പം ഞാൻ പറയും ഇതിൽ ഏത് ഗിരിജേച്ചി? ഏത് സന്തോഷിൻ്റെ പറയും. അപ്പം നമുക്കൊരു സന്തോഷിനെ കിട്ടും. ഈ ആശാരിപ്പണിക്കൊക്കെ പോകുന്ന സന്തോഷി, മേസ്ത്രി പണിക്ക് പോകുന്ന സന്തോഷം, ഓട്ടോ ഓടുന്ന സന്തോഷി. ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ലൈഫ്. അത്രയേ ഉള്ളൂ. പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എനിക്കോ? ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നിച്ചൊരു കുറേ വർഷം താമസിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു അങ്ങനെ ഞാൻ ഐഡൻറ്റിറ്റി, അയാൾ വന്നതിന് ശേഷമൊക്കെ ഐഡൻറ്റിറ്റിയിലേക്ക് വരുന്നത്. അതാ ഞാൻ പറഞ്ഞ പ്രണയവും ഇൻക്ലൂഡാണ് ഈ ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യുന്നതിൽ. രണ്ട് ആണുങ്ങൾ തമ്മിൽ താമസിക്കുമ്പോൾ അതൊരു പ്രശ്നമാകും. ഒരു 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 അന്തസത്ത ഇല്ല എന്നുള്ളൊരു തോന്നൽ സമൂഹത്തിനുണ്ട്. രണ്ട് പുരുഷന്മാർ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചത് അങ്ങനെയൊന്നുമില്ല. അവനവൻ്റെ ഇഷ്ടമാണ് ആരോട് ചോദിക്കുന്നത്. അപ്പം ഞാൻ അതിനകത്ത് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ക്ലിയർ ചെയ്തു. അത്രയേ ഉള്ളൂ. അദ്ദേഹമായിരുന്നു ഒരു ഇൻസ്പിറേഷൻ ഐഡന്റിറ്റിയിലേക്ക് മാറാൻ വേണ്ടി? അല്ലല്ല, എൻ്റെ തീരുമാനമായിരുന്നു. അയാൾ എന്നെ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല. ഫോഴ്സ് ചെയ്യല്ല, അദ്ദേഹമാണോ ധൈര്യം തന്നതോ? അല്ലെങ്കിൽ അങ്ങനെ അയാൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ടുണ്ട്. അച്ഛൻ്റെ മരണത്തിനൊക്കെ ഒപ്പം നിന്ന് മകനെ പോലെ കർമ്മം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് ആർക്കാലും മടുക്കത്തില്ലേ? എനിക്ക് മടുത്തില്ല, അയാൾക്ക് മടുത്തു. പിന്നെ അയാളൊരു ഹെറ്ററോ ആയിട്ടുള്ള ഒരാളാണ്. അന്നത്തെ ആ ചെറുപ്രായത്തിൽ അയാൾ വിചാരിച്ചു ഇതാണ് സ്നേഹം, അങ്ങനെയൊന്നും ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ ടൈമിൽ എനിക്കതൊരു വലിയ പ്രശ്നമായിരുന്നു, ബ്രേക്കപ്പ് ടൈമിൽ. ഇപ്പം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ കൂടെ അത് എന്നൊക്കെ പറഞ്ഞാൽ തമാശ പറയും, ചിരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിനാൻഷ്യലി സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്യും. പിന്നെ ആ ഇഷ്ടം അവിടെ ഉണ്ട്. ആ ബന്ധം അവിടെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. കാരണം മൂന്നാമതൊരാൾ വന്നു. അപ്പോൾ പിന്നെ എനിക്കൊരു തേർഡ് പാർട്ടി ആകാനുള്ള താല്പര്യം എനിക്കില്ല. ഒരു റിലേഷൻഷിപ്പിലും, ഒരു ഫ്രണ്ട്ഷിപ്പിലാണെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് തേർഡ് പാർട്ടി ആകാൻ വലിയ താല്പര്യമില്ല. ഞാനത് കാരണം ഞാൻ പറഞ്ഞാൽ ഓക്കെ, നിനക്കത് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പ്രിയപ്പെട്ട ഒരാളാണ്, നമ്മൾ അത്രയും സ്നേഹിച്ച ഒരാളാണ്. അപ്പോൾ അയാൾക്ക് വേറൊരു ജീവിതം വേണമെന്ന് പറയുമ്പോൾ നമ്മളതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അയാളുടെ തീരുമാനത്തെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കല്ലാതെ അവിടെ നിന്ന് അടി പിടിച്ചിട്ടോ ബഹളം വെച്ചിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല. അതൊരു സ്വയം വില കളയുന്നൊരു കാര്യമാണ്. അപ്പം പിന്നെ ഞാൻ അതിനെ പയ്യെ ഞാൻ ഒരു 7 വർഷത്തോളം എറണാകുളത്തുണ്ടായി. ഞാനിപ്പോൾ പോയിട്ട് ഒരു 6 മാസമായുള്ളൂ നാട്ടിലേക്ക് പോയിട്ട്. അമ്മയുടെ അടുത്തായി. പിന്നെ അവിടെ അങ്ങനെ നാട്ടിലൊക്കെ ചേച്ചിമാരൊക്കെ ആയിട്ട് കമ്പനിയായി. പിന്നെ അവിടുത്തെ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരായിരുന്നു. കോട്ടയത്തെ നമുക്കൊരു എവിടെ ചെന്നാലും മെഹ്റു ഇല്ലാതൊരു കാര്യമില്ല. പിന്നെ മെഹ്റു ഓളമാണല്ലോ, എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. എല്ലാവരും വിചാരിക്കും മെഹ്റു ഭയങ്കര പ്രശ്നമാണ്. അല്ല, മെഹ്റു ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും മറ്റുള്ളവരെ കേൾക്കാറുള്ളൂ. ഞാൻ എൻ്റെ കഥകൾ ആരോടും പറയാറില്ല. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഞാൻ കേൾക്കും, അവർക്ക് അഡ്വൈസ് ചെയ്യും. എനിക്കിഷ്ടമാണ് കേൾക്കാൻ. എനിക്ക് ഇപ്പോൾ ആ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റിയൽ ലൈഫൊക്കെ മനസ്സിലാവുന്നത്. മനുഷ്യരൊക്കെ എത്ര നല്ല മനുഷ്യരാണ്, അല്ലെങ്കിൽ അവർ നമ്മളോട് കാണിക്കുന്ന കരുതൽ എത്ര ബെറ്ററാണ്, അല്ലെങ്കിൽ എത്ര രസമാണ്. എനിക്ക് ചില ആൾക്കാരൊക്കെ ഞാൻ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ഒബ്സർവ് ചെയ്യും. ചില മനുഷ്യർക്ക് എന്ത് രസമാണെന്നറിയാമോ? ഭംഗിയല്ല, അവർ ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി, ചിലവരുടെ നിൽപ്പ്, ചിലവർ നടപ്പ്, അതൊക്കെ ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. ചിലർ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും. അതൊക്കെ ഞാനിങ്ങനെ കണ്ട് രസിക്കുക അങ്ങനെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്കിഷ്ടമാണ് മനുഷ്യരെ കൂട്ടുകൂടാനും അടി കൂടാനും ഒന്നിച്ച് നടക്കാനെല്ലാം ഇഷ്ടമാണ്. നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എന്നോട് കമ്പനി അടിച്ചാൽ ഒരു സൗഹൃദവും നഷ്ടപ്പെട്ടിട്ടില്ല. സൗഹൃദം അടിച്ച ആൾക്കാർ പോയിട്ടുണ്ട്, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. സൗഹൃദം അടിക്കുന്നവരുമുണ്ട്, നമ്മളോട് പ്യൂർ കാണിക്കുന്നവരുമുണ്ട്.
പ്യുവറായിട്ടുള്ള ആൾക്കാർ തന്നെ എന്നോടൊപ്പം തന്നെ ഉണ്ട്. അതിന് എനിക്കൊരു നഷ്ടം എനിക്ക് ഇതുവരെ ജീവിതത്തിൽ തോന്നിയിട്ടേ ഇല്ല. അതിന് ഞാനൊരു സ്പേസ് കൊടുക്കാറില്ല. നഷ്ടം തോന്നുന്ന സമയം നമുക്ക് ഡിപ്രഷനാകും, നിരാശ വരും, അല്ലെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരാളാണ്. മറ്റുള്ളവർക്ക് അത് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് ഞാൻ ഹാപ്പി അഭിനയിക്കാറുമില്ല. ഞാൻ വളരെ രസിച്ച് ലൈഫൊക്കെ രസിച്ച് ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ച്, ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, യാത്ര പോകാൻ ഇഷ്ടമാണ്, കൂട്ടുകൂടാൻ ഇഷ്ടമാണ്, ഷോപ്പിംഗ് ഇഷ്ടമാണ്. അതൊക്കെയുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ആളുമായിട്ട് ഞാൻ ചിലപ്പോൾ എനിക്ക് കംഫർട്ടബിൾ സോണായിട്ടുള്ള ഒരാളുമായിട്ട് ഞാൻ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടും. എനിക്ക് അതിനകത്തൊന്നും വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ മനുഷ്യൻ്റെ ഫിസിക്കൽ നീഡിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനൊക്കെ കാണുന്നുള്ളൂ. അത്രയേ ഉള്ളൂ. പണ്ട് മുതലേ കാര്യങ്ങളൊക്കെ ഇത്രയും സിമ്പിളായിട്ട് എടുക്കുന്ന ആളായിരുന്നു. ബുക്ക് വായിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പോഴും വായിക്കും. കുറേ ബുക്കുകളൊക്കെ ആന് തരും, ഓരോരുത്തരൊക്കെ തരും, അതൊക്കെ വായിക്കും. പിന്നെ എനിക്ക് ചിലവരെ കഥയൊക്കെ കേൾക്കാൻ നമ്മളതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എവിടെയാണ് എനിക്കിപ്പോൾ ശരണ്യയില്ലേ, ശരണ്യക്കൊരു പ്രശ്നം വരുമ്പോൾ ശരണ്യ എന്നെ വിളിക്കുന്നു, എടി മെഹ്റു നീ പറയടി എന്താണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പ്രശ്നങ്ങളെ ഈസി ആക്കും. ഞാൻ അതിനെ രൂക്ഷമാക്കാറില്ല. ഒരാൾ എന്നോട് ഒരു ആവലാതി പറയുമ്പോൾ ഞാൻ അത്രയുള്ള കാര്യം, ഇതാണ് വലിയ കാര്യം, ഒന്ന് പോയി എന്നിട്ട് നീ ഇതിൽ വലിയ കാര്യങ്ങളാണ് അങ്ങനെ പറയും. അല്ലെങ്കിൽ നീ അത് വിട്ടേ, അല്ലെങ്കിൽ നീ അത് വിടേ, നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കാം, നീ ഇങ്ങോട്ട് വന്ന് നമുക്ക് അവിടെ പോവാം. അങ്ങനെ മനുഷ്യരെ ഡൈവേർട്ട് ചെയ്ത് കളയും ഞാൻ. അപ്പോൾ അവർക്ക് ആ പ്രശ്നം ഈസി ആവും. അങ്ങനെ ഞാൻ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാറും ചെയ്യാറേ ഉള്ളൂ. എൻ്റെ കാര്യം എനിക്ക് ഹാൻഡിൽ ചെയ്യാനറിയാം. ഇനി എന്നെ ചില പ്രശ്നങ്ങളെടുത്ത് ദൂരെ കളയാനും എനിക്കറിയാം. അതെന്ന് പറഞ്ഞാൽ എനിക്ക് നേരെ വരുന്ന പ്രശ്നമാണെങ്കിൽ ഞാൻ ഇഗ്നോർ ചെയ്ത് വിടും. ഞാൻ പിന്നെ എവിടെ കിടന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുവോ ചിന്തിക്കുവോ അല്ലെങ്കിൽ അതെന്താ എൻ്റെ നേരെ വന്നതെന്നോ അങ്ങനെയൊന്നും ഇല്ല. അത് അടച്ച കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്യാറില്ല. ഇപ്പൊ എന്തെങ്കിലും രീതിയിലൊരു ശ്രദ്ധ കിട്ടാനോ അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടാനൊക്കെ വേണ്ടി ട്രാൻസ് കമ്മ്യൂണിറ്റി ആണ് നടിക്കുന്നവരും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയുള്ളവർ ശരിക്കും കമ്മ്യൂണിറ്റിക്കകത്തുണ്ടോ? ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. പണ്ടുണ്ടായിരുന്നു. ഒന്ന് ഞാനിപ്പോൾ കമ്മ്യൂണിറ്റിയെ കുറിച്ച് സ്റ്റഡി ചെയ്യാറേ ഇല്ല. ഞാൻ വന്ന ടൈമിൽ ഞാൻ കമ്മ്യൂണിറ്റി എന്താന്നൊക്കെ ഞാൻ സ്റ്റഡി ചെയ്യുമായിരുന്നു. അതിനെക്കുറിച്ച് എനിക്കും അറിയാം, ഞാനും പഠിക്കണമല്ലോ. ഞാൻ ഈ ഐഡൻറ്റിറ്റി നിൽക്കുമ്പോൾ അത് ഞാനാണ് പഠിക്കേണ്ടത് അന്ന്. ഇപ്പം ഞാൻ അങ്ങനെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അങ്ങനെ കൂടുതൽ സ്റ്റഡി ഒന്നും ചെയ്യാറില്ല. ഞാൻ ഈ പൊതുസമൂഹത്തിൽ എന്താ നടക്കുന്നത്, അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ രസങ്ങളൊക്കെ എൻജോയ് ചെയ്ത് പോകുന്ന ഒരാളാണ്. കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്തൊക്കെയാന്ന് പറഞ്ഞാലും പണ്ട് ഗുണ്ടാവിളയായിട്ടൊക്കെ നടക്കുമ്പോൾ നമ്മൾ മെഹ്റു തെരേസയൊക്കെ ഭയങ്കര പേരായി. ഇടി കട്ടൊക്കെ നിൽക്കുന്നു. പേടിയൊന്നുമില്ല, കുഞ്ഞുനാൾ മുതലേ ഭയമൊന്നുമില്ല. പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഇടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഇടിയും പോലും ഇടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാത്രി കിടന്ന് ഇടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കമ്മ്യൂണിറ്റി വേണ്ടി. എന്നെ വെട്ടാനൊക്കെ വന്നിട്ടുണ്ട് ഒരു ഗുണ്ട. അപ്പോഴും എൻ്റെ കൂടെ എന്താ എൻ്റെ കമ്പനിക്കാർ പിള്ളേരുള്ളത് കൊണ്ട് അപ്പോഴും എനിക്ക് കമ്പനിയുണ്ട്. എനിക്കറിയാം എനിക്കൊരു ആവശ്യം വരുമ്പോൾ ഓടി വരാൻ ആളുണ്ട്. എന്നെ ഒരുത്തം വെട്ടാൻ വന്നപ്പോൾ കട ഇരിക്കുന്ന ചേട്ടന്മാർ വേറെ പോടാന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു. കാരണം അതിൻ്റെ തലേന്ന് ഞാൻ അവനെ അടിച്ചു. അത് എൻ്റെ വിഷയമല്ല. ഞാൻ പൊതുവേ എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ അടി പിടിച്ചിട്ടേ ഇല്ല മറ്റുള്ളവരായിട്ട്. വേറൊരാളെ ദ്രോഹിക്കുന്ന കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊരു ഒരു സുഹൃത്തായിട്ടുള്ള ഒരാളാണ് ദേവനന്ദൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ട്. പുള്ളിക്കാരിനെ ആക്രമിക്കുന്ന കണ്ടപ്പോൾ ഞാൻ കയറിയതാ. അപ്പോൾ അവൻ എൻ്റെ ദേഹത്ത്, പക്ഷെ അവനെ ചവിട്ടി വഴിക്കുക, അവൻ്റെ കാലെൻ്റെ ഇവിടെ ആയിപ്പോയി. ഞാനത് എങ്ങനെ വെച്ചിട്ട് ചെവിനോട് അടിച്ച് നിന്ന് പോലീസ് വരുന്നവരെ. എനിക്ക് ദേഷ്യം കയറി. ഞാൻ അങ്ങനെ ദേഷ്യം കയറി ഞാൻ മനസ്സ് കീറുക, ആ ടൈപ്പാണ്. ലാസ്റ്റ് അവൻ എനിക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൻ എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും ഒരാളെ എന്നെ അടിച്ചിട്ടുള്ളൂ, അത് നീയാന്ന് പറയും. ഞാൻ പറയാം നിൻ്റെ കയ്യിലിപ്പോൾ ശരിയല്ല അങ്ങോട്ട് ഉണ്ടല്ലേ എന്ന് പറയും. എനിക്ക് റിയാക്ട് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ട് ഞാൻ റിയാക്ട് ചെയ്യും. എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ മുന്നിൽ വലിയ ഒരാൾ വന്ന് ഇന്നെന്ന് പറഞ്ഞാലും ഞാൻ റിയാക്ട് ചെയ്യും. പോലീസാണെങ്കിലും റിയാക്ട് ചെയ്യും. ഇനി വേറെ എന്ത് കേസാന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ഭാഗത്ത് ന്യായമാണെങ്കിൽ, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ സോറി പറയാനും തയ്യാറുള്ള ഒരാളാണ്. എനിക്കതിനകത്ത് മടിയൊന്നുമില്ല. അല്ല ഒരു സോറി പറഞ്ഞത് കൊണ്ടോ ഇത് പറഞ്ഞുകൊണ്ടോ എൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളൊന്നുമല്ല. ജീവനിൽ കൊതി, അങ്ങനെ ജീവഭയമൊന്നുമില്ല. ജീവനിൽ കൊതി എന്നല്ല, അതൊരു ക്രൈസിസ് തുടങ്ങുമ്പോൾ നമ്മളെങ്ങനെയാണ് മാറി നിൽക്കുന്നത്. എന്നെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ആക്രമിക്കുമ്പോൾ ഞാനങ്ങനെ മാറി നിൽക്കാറില്ല. ഒന്ന് നമ്മൾ ജീവനിൽ കൊതി എന്ന് പറഞ്ഞാൽ അടിക്കാനും അല്ലെങ്കിൽ തടയാൻ വശമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ അതിന് ഇറങ്ങിത്തിരിക്കുന്നത്. വെറുതെ പോവില്ല നമ്മൾ. അങ്ങനെ നമ്മൾ ചെയ്യുമോ? എപ്പോഴും എൻ്റെ ബോഡി നോക്കിയിട്ടേ ഞാൻ അതിനെ റിയാക്ട് ചെയ്യും. എന്ന് വെച്ചിട്ട് ഞാൻ പുറകെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുള്ളതല്ല. ഫ്രണ്ടിൽ തന്നെ കാണുന്നത്. ഒരടി അടിച്ചാൽ രണ്ടടി അടിക്കും. പേടിയൊന്നുമില്ല. സൈസിലൊന്നും കഥയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ളൂ. എനിക്ക് വേണ്ടി അടി പിടിച്ചിട്ടില്ല. അല്ലാതെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയൊക്കെ പിന്നെ സ്ട്രൈക്ക് കാര്യങ്ങളെ പോലീസ് സ്റ്റേഷൻ വെറുതെ പോലീസ് നമ്മുടെ അത് പറയാൻ പ്രശ്നമാകുന്നു.
അതൊരു പോലീസ് സ്റ്റേഷൻ ഇഷ്യൂല്, പക്ഷെ എൻ്റെ പേര് വന്നില്ല. അത് കേസ് കോടതിയിലൊക്കെ കഴിഞ്ഞു പോയി. വേറെ കുറെ നല്ല ധൈര്യം ഉണ്ടല്ലേ. എനിക്ക് യൂണിഫോമിനൊന്നും പേടിയില്ല എന്നാ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ യൂണിഫോമിനൊരു ഉത്തരവാദിത്വം ഉണ്ട്. ആ ഉത്തരവാദിത്വം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റെസ്പെക്ട് ഞാൻ അയാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല, ആ യൂണിഫോമിന് കൊടുക്കേണ്ട കാര്യമില്ല. എൻ്റെ അവകാശമാണ്, എനിക്ക് വേണ്ടി അത് എന്നെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ യൂണിഫോം, അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. അയാൾ അത് കൃത്യമായി പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് അല്ലേ. അതിന് ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്ന രീതി ചിലപ്പോൾ ഹാർഷായിരിക്കും, ചിലപ്പോൾ പ്രശ്നമായിരിക്കും. എന്താ ഈ കമ്മ്യൂണിറ്റിക്ക് മൊത്തമായിട്ട് മാറണം, സമൂഹത്തിൻ്റെതായിട്ട് കമ്മ്യൂണിറ്റി കാണുന്നതിൽ ഇന്നൊരു കാര്യം മാറണം അങ്ങനെ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇൻഡിവിജ്വൽ ആകാനാണ് എനിക്ക് തോന്നാറുള്ളത്. എന്തിനാ ഇങ്ങനെ കൂട്ടം കൂടി നടക്കുന്നത്? ഇൻഡിവിജ്വലായിട്ട് ജീവിച്ചൂടെ? അല്ലെങ്കിൽ ഒരു ഗ്യാങ് തീർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ഗ്യാങ്, അവിടെ ഒരു ഗ്യാങ്, അപ്പുറത്തൊരു ഗ്യാങ്, ഇപ്പുറത്തൊരു ഗ്യാങ്, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഗ്യാങ് വാറിന്റെ അല്ല, ഒരു ഗ്യാങ് കുറച്ച് പേര് സെക്ഷൻ തിരിഞ്ഞ് അങ്ങനെ മാറും. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്ന് ഇൻഡിവിജ്വലായിട്ട് നടക്കാൻ കിട്ടുന്നത്, ഞാനൊക്കെ ഇൻഡിവിജ്വലായിട്ട്, അനുവും അവരും ലയ അങ്ങനെ എല്ലാവരും ഉണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം ഇൻഡിവിജ്വലാണ്. ലയയുടെ കാര്യത്തിന് പോകും, ഞാൻ എൻ്റെ കാര്യത്തിന് പോകും. കൂടുതൽ സമയങ്ങളിൽ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഉണ്ട്. അല്ലാതെ ഇങ്ങനെ 24 മണിക്കൂറും ഇങ്ങനെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് മാള് നിരങ്ങുക, അല്ലെങ്കിൽ ഇത് കാണിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. കാണുമ്പോൾ സംസാരിക്കുക. എനിക്ക് അതിനോടൊന്നും വലിയ അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല, ക്രേസൊന്നും തോന്നിയിട്ടില്ല. ചുറ്റി അടിച്ച് നടക്കുക, മാള് നിരങ്ങുക, എന്നിട്ട് ഇതൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക, റീലൊക്കെ ചെയ്യും. അതൊക്കെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്. ഇന്നത്തെ എന്നെ നാളെ കാണാൻ വേണ്ടിയാണ് ഞാൻ അതൊക്കെ ചെയ്തു വെക്കുന്നത്. ഇന്നത്തെ എന്നെ നാളെ കാണാൻ വേണ്ടിയാണ് ഞാൻ റീലൊക്കെ ചെയ്യുന്നത്. കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നോക്കലോ, ഞാൻ പണ്ട് ഇങ്ങനെയാണ് ഇരുന്നത്, ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇപ്പടി ഇരുന്ന്, ഞാനും എപ്പോഴും പറയും ഇപ്പടി ഇരുന്ന് നീங்க ഇപ്പടി ആയിട്ട് അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇതിനെ എല്ലാം ട്രോളിൽ പോകുന്ന ആൾക്കാരാണ്. ഈ ട്രാൻസിനെ പോലും ട്രോളുന്ന ആൾക്കാരാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് ട്രോളും എന്നെയൊക്കെ തന്നിട്ട്. ഞാൻ അനുവിനെയും ട്രോളും, എന്നെ ട്രോളും, എന്നെ ട്രോളും, അങ്ങനെയൊക്കെ ഉണ്ട്. അത് പറയാൻ പറ്റത്തില്ല, അത് ഡബിൾ മീനിങ് കേസൊക്കെ ആയിരുന്നു, വെളി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെ രസിക്കും. ആണോ? അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ചെയ്യണതൊക്കെ ട്രോളോ? ആരാ? ഇപ്പൊ ഞങ്ങൾ ജൂനിയർ മാൻഡ്രൊക്കെയാണ് വിളിക്കുന്നത്. അനുവിനറിയോ കാര്യം? അനുവിനറിയാം. ഞാൻ ഏറ്റവും ക്ലോസ് അനുവിനോട് എന്ത് പറഞ്ഞാലും നമുക്ക് ധൈര്യമായിട്ട് പറയാം. അത് ഭയങ്കര എന്റർടൈൻമെന്റ് പേഴ്സൺ. ഓരോന്നൊക്കെ പക്ഷേ എന്നോട് പറഞ്ഞ എന്റർടൈൻമെന്റ് ആയിട്ട് ഒരാളല്ല, അനു ഭയങ്കര പൊളിറ്റിക്കലാണ്. അതിപ്പോ അത് ഇടയ്ക്ക് മാറും, പെട്ടെന്നല്ല, ഇടയ്ക്ക് പുള്ളിയുടെ പ്ലാനും പദ്ധതിയൊക്കെ മാറും. ഇന്ന് തൃശ്ശയാണെങ്കിൽ നാളെ തമന്നയാണ്, ചിലപ്പോൾ നവതാ പ്രമോദാകും, അങ്ങനെയുള്ളൂ. അങ്ങനെ ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ ഭയങ്കര ബുദ്ധിസ്റ്റാവും, ഭയങ്കര ബുദ്ധിസ്റ്റാ പുള്ളി, ബുദ്ധമതം സ്വീകരിച്ച. ഇടയ്ക്ക് ബുദ്ധിസ്റ്റുകളെ കുറിച്ചൊക്കെ സംസാരിക്കും, ഞാൻ ഇരുന്ന് കേൾക്കും. ചിലപ്പോൾ കുറച്ച് പേര് വൈകിട്ട് വിളിക്കുമ്പോഴത്തേന് വേറെ ഏതെങ്കിലും വിഷയം കണ്ടിട്ട് പിന്നെ അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. എനിക്ക് ഒട്ടും വിശ്വാസമില്ല. എങ്ങനെയാ ദൈവവിശ്വാസം പോയത്? ദൈവവിശ്വാസം പോയതല്ല, എനിക്കില്ല. ഇല്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ വിഷ്ണുവിനെ വിശ്വസിക്കാം. കാണുന്നുണ്ട്, വിഷ്ണുവിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. വെറുതെ ഇരിക്കുന്ന ഒരാളോട്. പിന്നെ ഞാൻ അതിനെ കാണുന്നത് ഒരു സങ്കല്പമായിട്ടാണ് കാണുന്നത്. അതായത് നമുക്കൊരു ആശ്വാസം, സൈക്കോളജിക്കലി ഒരു ആശ്വാസം. നമ്മൾ പള്ളിയിൽ പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും നമുക്ക് മെൻ്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു ആശ്വാസം കിട്ടും. ഞാൻ എവിടെയോ എൻ്റെ ആരും ഏൽപ്പിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്താ ഭാവി പദ്ധതി? ഉണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡൊക്കെ തുടങ്ങണം. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുമായിരുന്നു. പിന്നെ എടുവിടേന്ന് ചെയ്യുന്ന ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് തുടങ്ങാന്ന് വിചാരിച്ചു. എന്ത് ബ്രാൻഡാണ് അത്? ഡ്രസ്സിൻ്റെ ഒക്കെ ഡിസൈനിങ് ഇതൊക്കെ ആയിട്ട് അതിനെക്കുറിച്ച്. പിന്നെ ഞാൻ ആലോചിച്ചു, നമ്മൾ വെറുതെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടോ അവിടെ കണ്ടിട്ട് ഇവിടെ കണ്ടിട്ടോ അല്ലോ, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണമല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടി അതിട്ട് കുറച്ച് ടൈം എടുത്തു. ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ വേണ്ട, പൈസയുടെ അല്ല, പൈസ നമുക്ക് ഉണ്ടാക്കാം, പൈസ നമ്മളല്ലല്ലോ ഉണ്ടാക്കുന്നത്, പൈസ നമ്മളുണ്ടാക്കുന്നത്, പൈസ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് കറക്റ്റ് ഒരു റൊട്ടേഷൻ വന്നാലേ അത് കറക്റ്റ് ആവുകയുള്ളൂ. അല്ലാതെ പോയിട്ട് അവർ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല.
ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പഠിത്തമൊക്കെ തന്നെയാണ്. എന്തൊക്കെയാ ഇനി ഭാവിയിൽ അങ്ങനെ ഒരു കോഴ്സായിട്ട് എടുത്ത് പഠിക്കണം എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പഠിക്കാനേ താല്പര്യമില്ല ഇപ്പം. അങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കാരണം ലൈഫിൽ കുറേ ഹെവി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത ഒരാളാണ് ഞാൻ, കുഞ്ഞിലേ ആയിക്കോട്ടെ ഇപ്പോഴായിക്കോട്ടെ. അപ്പോൾ എനിക്ക് ഒരു ലേണിങ്ങിൻ്റെ ആവശ്യം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം ഞാൻ വലിയ വലിയ ഹെവി സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്ത് ഓവർകം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ കുറേ ലൈഫ് കണ്ടിട്ടുണ്ട്. കുറേ ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത ഒരു ഹെവി സിറ്റുവേഷൻ എന്താ ഞങ്ങളോട് പറയാൻ പറ്റുന്നതോ? അതെന്താ, കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഡിപ്രഷൻ തന്നെ എടുക്കാം. അത് എല്ലാവർക്കും ഒരു പ്രണയബന്ധം അത്രയാണെന്ന് ചിന്തിക്കും. പക്ഷേ എനിക്ക് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഒരു മനുഷ്യർക്കും നമുക്ക് അസുഖങ്ങളെപ്പോലും നമുക്ക് നാളെ മാറുമെന്നുള്ളൊരു ചിന്ത വരും. പക്ഷേ ഇതിങ്ങനെ വിട്ടുപോകത്തില്ല. അനുവിനോടൊക്കെ ചോദിക്കണം ഞാൻ എന്ത് ചെയ്തത്, എനിക്കിതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞു. ഞാൻ അമ്മയോട് സംസാരിച്ചു, അനുവിനോട് സംസാരിച്ച്, എല്ലാവരും അവരുടെ വേർഷനാണ് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല ഇതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളത്. പിന്നെ ഞാനിതൊരു ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു ബുക്ക് വാങ്ങിച്ച് ചുമ്മാ വട്ടം ഇപ്പോഴും ആ ബുക്ക് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചുമ്മാ കുറേ വട്ടം വരയ്ക്കേണ്ടി അത് വെട്ടും. 3 മാസം ഞാൻ റൂമിൽ തന്നെ ആരോടും കോൺടാക്റ്റില്ല, അമ്മയോട് കോൺടാക്റ്റില്ല, അനുവിനോട് കോൺടാക്റ്റില്ല, ഒന്നുമില്ല. ഞാനിങ്ങനെ ബുക്ക് വാങ്ങിച്ച ഒരു 2000 പേര് 200 പേര് വെള്ളം വരയിടാത്ത ബുക്ക് വാങ്ങിച്ചിട്ട് വട്ടം വരയ്ക്കും. എന്നിട്ട് അത് വെട്ടും. എന്നിട്ട് പിന്നെയും വരയ്ക്കും. എന്നിട്ട് കുത്തി വരയ്ക്കും. ഞാൻ ആ പേജെല്ലാം കുത്തി വരച്ചിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മാനസികാവസ്ഥ പലരോടും പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ വളരെ ഈസി ആയിട്ട് അതിനെ കാണുന്നു. ഞാൻ കുറേ നാൾ തനിച്ചിരുന്ന് കുത്തി വരച്ച് ഞാൻ തന്നെ ചിന്തിച്ച് എനിക്ക് തന്നെ ഇത് ഓക്കെ ആയി. ഞാൻ കുറേ സമയം തനിച്ചിരുന്നു. എന്ത് ചെയ്യണം, ഞാൻ ഇനി എന്താ ചെയ്യണമെന്ന് ആലോചിച്ചു. ഒന്ന്, നമുക്ക് അയാളെ പിടിച്ച് കെട്ടിയൊന്നും നിർത്താൻ പറ്റത്തില്ല. 2, ഇനിയിപ്പോൾ അതിനെ ഞാൻ ഓവർകം ചെയ്യാൻ ഞാൻ മാറുക എന്നുള്ളതാണ്. ആ മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ മെൻറ്റാലിറ്റി മാറ്റണം. എൻ്റെ മനസ്സിലുള്ള ആ കാര്യത്തെടുത്ത് കളയണം. അതിന് ഒരു പാട്ട് പോലും ഞാൻ കേൾക്കാറില്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ അതിലും വലിയ സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. കുഞ്ഞിലെ നടന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ കുഞ്ഞിലേ എന്നെ ബോൾഡാക്കിയെന്ന് വേണം പറയാൻ. നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ജീവിക്കണം സമൂഹത്തിൽ, എങ്ങനെ നമ്മൾ മനുഷ്യരോട് ഇടപെടണം, എങ്ങനെ ഒരാൾ നമ്മളോട് ഇടപെടുന്ന രീതി വെച്ചിട്ട് അതിനെ എങ്ങനെ മനസ്സിലാകണം. എനിക്കും അനുവിനൊക്കെ വിത്തിൻ സെക്കൻഡ് ഒരാളെ മനസ്സിലാവും. പെട്ടെന്ന് പിക്ക് ചെയ്യൂലേ? മാന്യനാണോ പകൽമാന്യനാണോ എന്നൊക്കെ. അങ്ങനെ തന്നെയല്ല, ഒരാളെ അവിടെ നിർത്തിയിട്ട് ചോദിക്കുവാണെങ്കിൽ ഞങ്ങൾ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യും. അയാൾ എന്ത് ജോലിയായിരിക്കും ചെയ്യുന്നത്, അയാളുടെ വയറ്, അയാളുടെ ബോഡി സ്ട്രക്ചർ, അയാളുടെ കയ്യ്, അയാളുടെ ഈ കണ്ണിൻ്റെ അവിടുത്തെ സർക്കിള്, ഇതെല്ലാം ഞങ്ങൾ പറയാം അയാൾ എന്ത് ജോലി ആയിരിക്കും കറക്റ്റ് ആയിരിക്കും. ഞങ്ങളത് ടെസ്റ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം ഓരോരുത്തർക്കും ഓരോ ബോഡി ടൈപ്പ് ആയിരിക്കും. ഈ തടിപ്പണിക്ക് പോകുന്ന ആൾക്കാർക്ക് ആ ഒരു മസ്കുലൊന്നും ഉണ്ടാവുമായിരിക്കും. ഡ്രൈവർമാർക്ക് ഇങ്ങനെ കുറവേറുണ്ടായിരിക്കും. എൻ്റെ അനു തന്നെ എന്നെ ഇങ്ങനെ പഠിപ്പിക്കും. അയാളുടെ വീട്ടിൽ ഒരു ഭാര്യ ഉണ്ടാവും, സുന്ദരിയായ ഒരു ആശ എന്ന് പറയുന്ന ചേച്ചി. അവർക്ക് 2 മക്കളുണ്ട്. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ മുല്ലയൊക്കെ നിപ്പിലേടി നിൽക്കും. അപ്പോൾ എനിക്ക് ആ വിഷ്വൽ ഇങ്ങനെ വരും. ഞങ്ങൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ വലിയ കാര്യങ്ങൾ, പിന്നെ ഈ പബ്ലിക്കിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേന് ചില വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. ചിലത് ചെറിയ വിഷയമാണെങ്കിൽ നമുക്കത് ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നും. ചിലതൊക്കെ വളരെ ഫണ്ണി ആയിട്ടുള്ള മമ്മൂസുകളുടെ കേസുകളൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പറയും അനുയും മോണ്ണ കേൾക്കുന്നൊക്കെ പറയും. അങ്ങനെയാ ട്രോളും. പിന്നെ ഞങ്ങൾ തന്നെ കമ്മ്യൂണിറ്റിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിംഗ് ഒക്കെ ചെയ്യും. ആ ട്രോളൊക്കെ നടത്തും. അങ്ങനെയൊക്കെ പോകും. കുറച്ച് നാളായി ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും മൊബൈൽ പോലും പൊട്ടിപ്പോയിട്ട് അത് പോലും ശരിയാക്കാതെ, അല്ലെങ്കിൽ കോട്ടയത്തു നിന്നും എത്തണം അല്ലേ ഇങ്ങോട്ടേക്ക്? അതെ, ട്രാവൽ ചെയ്ത്. എനിക്ക് ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ വാക്ക് പറഞ്ഞിട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. അത് സാരമില്ല. ഇവിടെ വരെ വന്നതിനും ഞങ്ങളോടൊക്കെ സംസാരിക്കാൻ അവകാശം കാണിച്ചത് ഞാൻ ശരിക്കും പേടിച്ചു. ഞാൻ വിഷ്ണുവിനോട് ഇടുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. വളരെ ഫ്രണ്ട്ലി ടോക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാനും ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. എനിക്ക് വിഷ്ണുവിനല്ല, ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ ചാനൽ നോക്കിയില്ല. തന്നെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ താനാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇത്രയും വലിയ സ്റ്റുഡിയോ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു. ഇത് മൂവി മീഡിയയുടെ സ്റ്റുഡിയോ ആണ്. ഞങ്ങൾക്ക് ഇതുപോലെ 5 സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ നേരത്തെ ഒരുപാട് നന്ദി. ലൈഫിലെ ആഗ്രഹങ്ങളൊക്കെയും സാധ്യമാവട്ടെ. ബ്രാൻഡ് ഉടനെ തുടങ്ങാൻ പറ്റും. തുടങ്ങും. നമസ്കാരം. നമസ്കാരം.